ഇന്ന് ഒരു പ്രമുഖ പത്രത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ജവഹർ നഗറിൽ മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. ആ ഫോട്ടോ ഇപ്പം എൻ്റെ ഉണ്ട്. ഈ വാർത്ത വന്ന ഉടൻ തന്നെ അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിച്ചിട്ട് അതൊന്ന് പരിശോധിക്കാൻ പറഞ്ഞു. അവർ രാവിലെ 7:50 അവിടെ എത്തി. വാർത്ത വന്നു 7:30 അവർ ഇറങ്ങി 7:50 അവിടെ എത്തി. ജിയോ ടാഗ് ചെയ്ത ഫോട്ടോ ഈ സ്ക്രീനിലുണ്ട്, ഞാനിപ്പോൾ അത് കാണിക്കുന്നില്ല. ആ വ്യക്തിപരമായിട്ട് ആർക്കും ഷെയർ ചെയ്യാം, പത്രത്തിനകത്ത് കാണിക്കുന്നില്ല. ആ ഫോട്ടോയിൽ ആ മാലിന്യം അവിടെ ഇല്ല. ഇത് മുൻപ്, അതായത് 4 ദിവസത്തിനിപ്പുറം അതവിടെ ഇല്ല. അവിടെ നമ്മുടെ സംഭരണ കേന്ദ്രം നിറഞ്ഞപ്പോഴേക്കും ചാക്കിൽ കിട്ടാൻ ഫുഡ് വേസ്റ്റ് അല്ല, പ്ലാസ്റ്റിക് വേസ്റ്റ് അങ്ങനെ അവിടെ അത് സംഭരണ കേന്ദ്രമുണ്ട്. സംഭരണ കേന്ദ്രം നിറഞ്ഞപ്പോഴേക്കും വാഹനം വരുന്ന സമയത്തേക്ക് വരെ അതിൻ്റെ സൈഡിൽ വെച്ചിരുന്നു. അവിടെയല്ലേ വയ്ക്കാൻ പറ്റുള്ളൂ. വച്ചിരുന്നുള്ള വസ്തുതയാണ്, വേറെ ദിവസങ്ങളില്ല. പക്ഷെ ഇന്നലത്തെ ഫോട്ടോ അല്ല. ജിയോ ടാഗ് ചെയ്ത ഫോട്ടോ ഇന്ന് രാവിലെ എടുത്ത് എൻ്റെ കയ്യിലുണ്ട്, IT ഓഫീസറുടെ കയ്യിലുണ്ട്. ഇതുപോലെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രിപ്പയർഡാണ്, പക്ഷേ പത്രസമ്മേളനത്തിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഇന്നലത്തെ ഫോട്ടോ അല്ല, മുൻപ് ഏതോ ഒരു ദിവസം എടുത്തത് ഇപ്പോൾ വാർത്ത കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ട് അതിന് കാരണമായത് മാധ്യമപ്രവർത്തക പ്രശ്നമല്ല. CPM എന്നൊരു പാർട്ടി തന്നെ ഇത്തരത്തിലൊരു ക്യാമ്പയിൻ നടത്തും. മാധ്യമപ്രവർത്തകർ അതിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടാവോ വിഷമാവാതിരിക്കാൻ വേണ്ടി അവർ കൊടുത്തു. അപ്പോൾ കൊടുത്തപ്പോൾ ഇന്നലെ അവിടെ പ്രശ്നമില്ല. അപ്പോൾ പഴയൊരു ഫോട്ടോ ആയിരുന്നു, അതെടുത്ത് കൊടുത്തു. അങ്ങനെ പരിശോധിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെർഫെക്റ്റ് സിസ്റ്റം അല്ലാത്തത് കൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അത് സിസ്റ്റം പെർഫെക്റ്റ് ആക്കുന്നവരെ ഞങ്ങൾ ഓരോ നിമിഷം, ഇന്ന് രാവിലെ സെക്രട്ടറിയായിട്ട് 1 മണിക്കൂർ ഇതിൻ്റെ ചർച്ചകൾ. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, നമുക്ക് ഈ വിളപ്പിൽശാല ഇങ്ങനെ പ്രതിസന്ധി ഉണ്ടാക്കി കളഞ്ഞതുകൊണ്ടാണ്. അതിനെ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. നമുക്കൊരു 400 ടൺ വേസ്റ്റ് തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നത് സംസ്കരിക്കാൻ തക്ക തരത്തിലുള്ള ഒരു പ്ലാന്റ് വേണം. ആ പ്ലാന്റ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രശ്നം ആദ്യത്തെ ഒരു പരിഹരിക്കും. ഞങ്ങൾ അതിൻ്റെ പരിശ്രമത്തിലാണ്, കഠിന പരിശ്രമത്തിലാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, 2 ഗവൺമെന്റ് മാറി വരുന്ന ഒരു ഘട്ടം. ഒരു ഭരണസമിതി വരുന്നു, 3 മാസം കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഗവൺമെന്റ് മാറി, പുതിയ ഗവൺമെന്റ് വരുന്നു. അതിനിടയ്ക്ക് 4 മാസത്തിനിടയ്ക്ക് 4 സെക്രട്ടറിമാരായി, 3 സെക്രട്ടറിമാരായി. ഇപ്പോൾ 4 മാസത്തിനിടയ്ക്ക് അപ്പോൾ ഉണ്ടായി വരുന്ന ചില ഭരണപരമായിട്ടുള്ള കാലതാമസം. പക്ഷേ നിങ്ങൾ വളരെ സജീവമായിട്ട് കാര്യങ്ങൾ മുന്നോട്ടാണ്. അത് പരിഹരിക്കുന്നതോടുകൂടി ഈ പ്രശ്നം ആത്യന്തികമായിട്ട് കറക്റ്റ് ചെയ്യും. അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സ്ഥലം നിങ്ങളുടെ മനസ്സിൽ വരണ്ടേ. എന്നുവെച്ചാൽ ഞാൻ പറയാം, ചർച്ചയിലുണ്ട് ഫിക്സ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് അറിയിക്കേണ്ട സമയത്ത് നിങ്ങൾ എല്ലാവരെയും അറിയിച്ച് കൊണ്ടുപോകില്ല. ഇപ്പം തിരുവനായ പ്രശ്നം പരിഹരിച്ചുകൊണ്ടിരിക്കുകയില്ലേ, പൂർണ്ണമായിട്ട് മാറ്റിയിട്ടില്ല. ഇന്നും രാവിലെ പിടിക്കുന്നു. ഇതിലെ കൗൺസിൽ വെച്ച് പറഞ്ഞു, ഒരിക്കലും ഒരു മേയർമാരും എൻ്റെ ശ്രദ്ധയിൽ പറഞ്ഞിട്ടില്ല. അതുപോലെ പല നമ്മൾ റിക്വസ്റ്റ് ചെയ്തു, നമുക്ക് അജണ്ട ചർച്ച ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തു. പക്ഷേ അതിലപ്പുറം കയ്യിൽ നിൽക്കാത്ത അവസ്ഥയിലേക്ക് പോയപ്പോഴാണ് കൗൺസിൽ യോഗം പെട്ടെന്ന് പിരിയേണ്ടി വന്നത്. നമുക്ക് 3-4 മണിക്കൂർ ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടാണ് അത്രത്തോളം ഗൗരവമായ അജണ്ട ഉണ്ടായത്. നമ്മുടെ ഇവിടുത്തെ ജീവനക്കാരുടെ മക്കളുടെ വിവാഹം, അത് 4 അജണ്ട അങ്ങനെ പരിശോധിച്ചാൽ 4-5 അജണ്ട. ജീവനക്കാരുടെ മക്കളുടെ വിവാഹത്തിനൊരു ധനസഹായം കൊടുക്കും, പലിശ കുറച്ചൊരു ലോണായിട്ടാണ് കൊടുക്കുന്നത്. അതുൾപ്പെടെ പാസ്സാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ വിവാഹം അടുത്ത ദിവസം. അപ്പോൾ അതുൾപ്പെടെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിനോടുള്ള സമയം തരാത്ത രീതിയിലുള്ള സാഹചര്യമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കൗൺസിൽ യോഗം നേരത്തെ അവസാനിക്കേണ്ടത്. അടുത്ത കൗൺസിൽ യോഗം ചേരുന്നുണ്ട്. ആ കൗൺസിൽ യോഗം ചേരുമ്പോഴും വിശദമായി ചർച്ച ചെയ്യാനുള്ള സമയമുണ്ട്. പിന്നെ മാസത്തിലൊരു കൗൺസിൽ യോഗം ചേരണമെന്നാണ് നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായി ചേരുന്നുണ്ട്. ഞാൻ പറയട്ടെ, മാസത്തിലൊരു കൗൺസിൽ യോഗം, ജൂണിലൊരു കൗൺസിൽ യോഗം ചേർന്നാൽ ജൂലൈയിലുണ്ട്. നിങ്ങൾക്ക് അതെല്ലാം നിയമത്തിന് മുമ്പിലുണ്ട്. ഞാൻ പറഞ്ഞു നിയമപരമായിട്ടാണ് യോഗം ചേർന്നത്. അതിന് യോജിപ്പുള്ളവർക്ക് സ്വാഭാവികമായിട്ട് അതിൻ്റെ മുകളിൽ നടപടികളുണ്ട്. അത് കൗൺസിലിലേക്ക് ബന്ധപ്പെട്ടാൽ കാര്യങ്ങൾ ചെയ്യും. പിന്നെ കൗൺസിലർമാരുമായിട്ട് ചർച്ച ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കൗൺസിലർമാരും ചർച്ച ചെയ്യും. ഓരോ ദിവസവും വിളിച്ചെടുത്ത് 101 കൗൺസിലർമാരെ ചർച്ച ചെയ്ത് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ചോദിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കും. തെരുവുനായി പ്രശ്നം കൗൺസിൽ ചർച്ച ചെയ്തു. കൗൺസിലർമാരൊക്കെ ആ വിഷയം ഉന്നയിച്ചു. ഭരണസമിതി അധികാരമേറ്റ് ദിവസങ്ങൾക്ക് തന്നെ അതിൻ്റെ പ്രോസസ് ആരംഭിച്ചു. എല്ലാ ദിവസവും തെരുവുനായ്ക്കളെ പിടിച്ചു. നിലവിലുള്ള സിസ്റ്റം അനുസരിച്ച് 15 മുതൽ 20 വരെ നായ്ക്കളെയാണ് ഒരു ദിവസം ABC ചെയ്യാൻ സാധിക്കും. അതിനെ ചെയ്ത് 5 ദിവസത്തെ വിശ്രമം. ഇന്നലെ മെനഞ്ഞാന്ന് രാത്രിയും 60 എണ്ണത്തിന് ഷട്ടർ ചെയ്യപ്പെട്ടു. ഇന്നലെ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ നായ്ക്കൾ മണ്ണന്തല വാർഡ് ഇത് പിടിച്ചു. ഇന്നിപ്പോൾ പാളയം വാർഡ് കൗൺസിലർ UDFിൻ്റെ കൗൺസിലർ ഷെർലി ചേച്ചി വിളിച്ചിട്ടുണ്ട്. രാവിലെ പാളയത്ത് 10-15 എണ്ണമുണ്ട്, കുറേ നായ്ക്കൾ. ഇന്നിപ്പോൾ ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ വിളിച്ചിട്ട് പാളയം. നിങ്ങളോടും പറയുന്നു, നിങ്ങൾക്ക് വലിയ പ്രശ്നമുള്ള തരത്തിൽ അക്രമകാരികളായ നായ്ക്കളുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അതിനെ വിളിച്ചു. അപ്പോൾ അക്കാര്യം പരിഹരിച്ചു പോവുകയാണ്.
അതിൽ യാതൊരു എന്ന് വെച്ചാൽ സമയമെടുക്കും, പക്ഷെ പരിഹരിച്ചു തുടങ്ങി. പിന്നെ മാലിന്യ പ്രശ്നം കൃത്യമായിട്ടുള്ള ചർച്ച നടത്തിയിരുന്നു. കൗൺസിലർമാരുമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്തു, ഉദ്യോഗസ്ഥർക്ക് ചർച്ച ചെയ്യുന്നുണ്ട്. ആ പ്രോസസ്സൊക്കെ നടക്കുകയാണ്.